മാഡം, ഈ പലസ്തീനിൽ ഭക്ഷണത്തിനായി ആൾക്കാർ നെട്ടോട്ടോടുകയാണ്. വലിയ വിഷമമുണ്ടാക്കുന്ന കാഴ്ചകളാണ്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ബേക്കറികളിലും എല്ലാം കൊള്ളയടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. എന്താണ് അവിടുത്തെ അവസ്ഥ? പലസ്തീനിൽ ഇപ്പം നമ്മൾ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു സ്വതന്ത്ര അസ്തിത്വത്തിനെ ചോദ്യം ചെയ്യുന്ന തീവ്രവാദികൾക്കെതിരായിട്ടാണ് നമ്മൾ പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു നിലപാട് നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഇവിടെ പാലസ്തീൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യമാണ്. ആ രാജ്യത്തിന് അവിടെ ജീവിച്ച സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇസ്രായേലിൻ്റെയും പിന്നെ അവിടെ ഹമാസിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ഇരു കൂട്ടരും തമ്മിലുള്ള ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകും. അവിടെ ഈ പാലസ്തീനിലെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അതിൻ്റെ സ്വതന്ത്ര അസ്തിത്വത്തിന് വേണ്ടിയും പാലസ്തീനിലെ ജനങ്ങൾ ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഹമാസ് എന്ന് പറയുന്ന ഭീകരർ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയത്. അപ്പോൾ അതിൽ ഹമാസ് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പല ഘട്ടങ്ങളിലായി നിരന്തരമായി പാലസ്തീനിലെ പല പല മേഖലകൾ ആക്രമിച്ച് വന്ന് അവിടുത്തെ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന അവസ്ഥയിലാണ് ഹമാസ് അത്തരത്തിലുള്ളൊരു തിരിച്ചടി കൊടുത്തതെന്നാണ് ഹമാസിൻ്റെ വ്യാഖ്യാനം. പക്ഷെ നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്നത് എന്താ? UN പോലും പാലസ്തീൻ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടുന്നില്ല. അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക്, കുഞ്ഞുങ്ങൾക്ക് നേരെയാണ് ഈ ബോംബാക്രമണങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇസ്രായേൽ ബോംബിടുന്നത് എവിടെയാണ്? ആശുപത്രികൾ, അനാഥാലയങ്ങൾ, ആളുകളുടെ കമ്മ്യൂണിറ്റി കിച്ചണുകൾ, സ്കൂളുകൾ, ഇതുപോലെ കേന്ദ്രീകരിച്ച്. ഇതൊന്നും ഒരിക്കലും ലോകത്ത് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യമാണ്. UN എക്കാലത്തും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരായും സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു ലോക ക്രമമാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പാലസ്തീനെതിരായിട്ട് നടക്കുന്ന ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തിൽ ഏതാണ്ട് നിശബ്ദമായ ഒരു UN നിശബ്ദത നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്താൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒരു ഡോക്ടറുടെ. അദ്ദേഹം ഡോക്ടർ എസിദ്ദീൻ ഷഹാബ്, അദ്ദേഹം പാലസ്തീനിലെ ഒരു ആശുപത്രിയിലെ ഫിസിഷ്യനാണ്. അദ്ദേഹം അതിൽ പറയുന്നത് വടക്കൻ ഗസയിലെ അൽ അവദ ആശുപത്രിയിൽ ഒരു പെൺകുട്ടി പിറന്നു. ആ പെൺകുട്ടിക്ക് ശരീരമായിട്ട് തന്നെ തലച്ചോറില്ലാത്ത അനസെഫാലി എന്ന് പറയുന്ന ഒരു രോഗം ആണ് ആ കുട്ടികൾക്കുള്ളത്. അവിടെ ഇനി ജനിക്കുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു രോഗം ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു അമ്മ ഏറ്റവും നന്നായിട്ട് ഗർഭം ധരിച്ച് എല്ലാ ശുശ്രൂഷകളും നൽകി പ്രസവിച്ചെങ്കിലും കുട്ടിക്ക് തലച്ചോറില്ല. അതൊരു ആക്സിഡൻ്റ് അല്ല എന്നും അത് കൃത്യമായിട്ടും അവിടെ ഉണ്ടായ ഈ ബോംബ് വർഷങ്ങളുടെയും കരിമരുന്ന് പ്രയോഗങ്ങളുടെയും ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പാകിസ്ഥാനിൽ കുട്ടികൾ അടക്കമുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഉന്തും തള്ളും ഉണ്ടാക്കുകയും ആ ഭക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പാത്രങ്ങളുമായി വരിയായി നിൽക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യം. ഒരിക്കലും നമുക്ക് യുദ്ധത്തിന് ഇത്തരത്തിൽ സാധാരണക്കാരും നിരപരാധികളുമായിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുന്ന ഒരു യുദ്ധ നിലപാട് പണ്ട് നമ്മൾ കേട്ട രാജാക്കന്മാരുടെ കാലത്ത് ഇത്തരത്തിൽ ആരെയും പരിഗണിക്കാതെ എന്തിനു വേണ്ടി ഇസ്രായേൽ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിന് ഇനി ബാക്കിയുണ്ടാവുന്നത് ഭൂമി മാത്രമാണ്, മനുഷ്യരില്ലല്ലോ. അപ്പം ആ വംശം തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള അതിക്രൂരമായിട്ടുള്ളൊരു നടപടിയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇന്ത്യ എക്കാലത്തും BJP സർക്കാർ വരുന്നത് വരെ ഇന്ത്യ പാലസ്തീൻ്റെ കൂടെയായിരുന്നു. യാസർ അറാഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ദിരാഗാന്ധിയും ഒക്കെ ഒരുമിച്ച് നിന്നുള്ള ഒരുപാട് ട്രീറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഇന്ത്യയിൽ സന്ദർശിച്ചിട്ടുണ്ട്. നമ്മൾ പാലസ്തീൻ്റെ ഒരു പക്ഷത്തായിരുന്നു. കാരണം സ്വതന്ത്ര ഇന്ത്യയെ സംബന്ധിച്ച്, സ്വാതന്ത്ര്യ പോരാട്ടം നടന്ന ഇന്ത്യയെ സംബന്ധിച്ച് ആ രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ രാജ്യം തിരിച്ചു കിട്ടുക, അതിനുവേണ്ടി അവർ നടത്തുന്ന ഒരു സ്വതന്ത്ര പോരാട്ടത്തിൻ്റെ കൂടെയായിരുന്നു. പക്ഷേ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൂർണ്ണമായും ഇന്ത്യ പാലസ്തീനെ വിട്ടിട്ട് ഇസ്രായേലിൻ്റെയും
ഇസ്രായേലിന്റെ താല്പര്യം വെച്ചാൽ അമേരിക്കയുടെ താല്പര്യം, ആ താല്പര്യങ്ങൾക്ക് വിധേയമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അപലപിക്കേണ്ട ഒരു കാര്യമാണ് പാലസ്തീനോട്. ഇപ്പൊ അത് കഴിഞ്ഞ് ഇത്രയും ഡാമേജഡായി ആ രാജ്യം, ഇസ്രായേലിന്റെ നിരന്തരമായ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും ഡാമേജഡായിട്ട് നിസ്സഹായരായിട്ടുള്ള മനുഷ്യരുടെ മേലെ വീണ്ടും കഴിഞ്ഞ ആഴ്ച വീണ്ടും ആക്രമണം നടത്തുകയും ഒരുപാട് ആളുകൾ, അതായത് നമ്മൾ മനസ്സിലാക്കണം, ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിപ്പെടുന്ന, ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ആഗ്രഹത്തിലെ ആളുകൾ വന്നു ചേരുന്ന കമ്മ്യൂണിറ്റി കിച്ചൺസ്, ആ കിച്ചൺസിന്റെ നേരെയാണ് ഈ ആക്രമിക്കുന്നത്. ആരെയാണ് അവർ തോൽപ്പിക്കുന്നത്? ഈ തീവ്രവാദികൾക്ക് എന്ത് അപകടം ഉണ്ടാവുന്നത്? അവർക്കൊരു അപകടം ഉണ്ടാവണില്ല. അവരപ്പോഴും എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ഒളിത്താവളങ്ങളിലോ അല്ലെങ്കിൽ അവർ മറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലോ, ഇനിയിപ്പോൾ ഈ അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങളിലോ ഒക്കെ ആയിരിക്കും ഈ തീവ്രവാദികൾ ഇരിക്കുന്നത്. പക്ഷേ ആരാണ് മരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. മനുഷ്യവംശത്തിനോട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നടക്കുന്നത്. അപ്പോൾ ഇതിന് തടയിടാൻ ഇനിയിപ്പോൾ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ മനുഷ്യർ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതിന് തടയിടാൻ ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഏത് തരത്തിലായിരിക്കും ഇനിയിപ്പോൾ? അതായത് ലോകത്ത് 1991 ശേഷം ലോകത്ത് അത്തരത്തിലുള്ള ഒരു പക്ഷം, അതായത് അമേരിക്കൻ വിരുദ്ധ പക്ഷം എന്ന് പറയുന്നത് യഥാർത്ഥ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പക്ഷം സോവിയറ്റ് യൂണിയൻ്റെ കാലത്തിന് ശേഷം ലോകത്തുണ്ടായിട്ടില്ല. പിന്നെ പല ഘട്ടങ്ങളിലായിട്ട് പല രാജ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പാലസ്തീനോട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് അത് UN-ലെ പ്രമേയങ്ങൾ കൊണ്ടായിരുന്നു, UN-ന്റെ ശക്തമായ നിലനിൽപ്പ്. ചൈനയാണെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള നിലപാട്, ഇപ്പൊ ചൈന ട്രേഡ് യുദ്ധത്തിൽ അമേരിക്കക്കെതിരായിട്ട് നിൽക്കുകയും ആ നിലയിൽ അമേരിക്കയെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പാലസ്തീൻ്റെ ഒരു സ്വതന്ത്ര വിമോചനത്തിന് വേണ്ടി നിൽക്കുന്ന ആ ജനതയെ സംരക്ഷിക്കാനായിട്ട് ചൈനയുടെ ഭാഗത്തു നിന്ന് ലോകത്തിന് ഒരു മേൽക്കൈ കൊടുക്കുന്ന ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഏകപക്ഷീയമായിട്ടുള്ള വംശഹത്യ ഈ പാലസ്തീനിൽ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഈ മാഡം ഇപ്പോൾ ഈ ഒരു ഡോക്ടറുടെ പോസ്റ്റ് വരെ സൂചിപ്പിച്ചു, അത്തരം സാഹചര്യങ്ങൾ പോലും നിലനിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് അടുത്ത തലമുറ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങളാണ് ആഹാരത്തിന് വേണ്ടിയും മരുന്നിന് വേണ്ടിയും ഒക്കെ കിടന്നിങ്ങനെ ഓടുന്നത്. അവർക്കൊരു മോചനമെങ്കിലും നൽകാൻ എന്ത് കഴിയും? ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നമ്മൾക്കിപ്പോൾ ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും അതിലില്ല. കാരണം ലോകരാഷ്ട്രങ്ങളുടെ അവരുടെ താല്പര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അനിഹിലേറ്റ് ചെയ്യുക, പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന അജണ്ടയിൽ തന്നെയാണ് ഇസ്രായേൽ നീക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള അല്ലെങ്കിൽ വിഷമയമായിട്ടുള്ള ബോംബ് വർഷങ്ങളും ഒരിക്കലും ആ ജനതയ്ക്ക് തിരിച്ചു വരാൻ കഴിയാത്ത നിലയിൽ ഉള്ള അത്തരത്തിലുള്ള പ്രയോഗങ്ങളുമാണ് അവിടെ നടന്നുകൊണ്ട്, സാമഗ്രികളാണ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ജനതയ്ക്ക് ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പിടിച്ചു നിൽക്കാനും സാധ്യതയില്ല. കാരണം ലോകത്തുനിന്ന് അവരെ സപ്പോർട്ട് ചെയ്യണില്ല. അതൊരു വലിയ നീറ്റിലാണെങ്കിലും നമ്മളെപ്പോലുള്ള കുഞ്ഞു ആളുകളെ സംബന്ധിച്ച് അതൊന്നും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യ ഇസ്രായേലിൻ്റെ പക്ഷത്തെ, ഇന്ത്യ ആയിരുന്നു ലോകത്തിൽ ഇപ്പോൾ ചൈന കഴിഞ്ഞ രണ്ടാമത് നിൽക്കുന്ന. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായി തന്നെ ഇന്ത്യയാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യം. വേണമെങ്കിൽ ഇന്ത്യ പാലസ്തീൻ്റെ പക്ഷത്തായിരുന്നെങ്കിൽ ഒരു പ്രതീക്ഷ ലോകത്തുണ്ടാകുമായിരുന്നു. ഇന്ത്യ പൂർണ്ണമായും ഇസ്രായേലിൻ്റെ പക്ഷത്താണിപ്പോൾ.